ഇന്റർവ്യൂസിന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ കോൾ പോലും ഇങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് റിക്രൂട്ടേഴ്സ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? എന്നാൽ അത് സത്യമാണ്. വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാതെ റിക്രൂട്ടേഴ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ 87% റിക്രൂട്ടേഴ്സും അവരുടെ പ്രൈമറി റിക്രൂട്ടിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് ലിങ്ക്ഡ്ഇൻ ആണ്. നമ്മൾ നമ്മുടെ പല വീഡിയോസിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ലിങ്ക്ഡ്ഇനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഈ ലെവലിലേക്ക് നിങ്ങളുടെ പ്രൊഫൈലിനെ എത്തിക്കാൻ പറ്റുക എന്ന ടിപ്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പോൾ പ്രധാനപ്പെട്ട 5-6 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്പർ 1 കംപ്ലീറ്റ്നെസ് ആണ്. കാരണം നമ്മൾ വെറുതെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടു, നിങ്ങളുടെ ഫോട്ടോ ഇട്ടു, നിങ്ങളുടെ പേര് കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്നതാണെന്ന് കാണിച്ചു, കണക്ഷൻസ് ഒന്നുമില്ലാതെ ഇനാക്റ്റീവായിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. എനിക്കൊരു പ്രൊഫൈൽ ഉണ്ടെന്ന് പറയാമെന്ന് മാത്രം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കംപ്ലീറ്റ്നെസ് ആണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ ലിങ്ക്ഡ്ഇനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആസ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഫീൽഡും നമ്മൾ എന്തൊക്കെയാണോ ഫില്ല് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ഒരു പ്രൊഫഷണൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതിലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, പ്രോപ്പറായ ഹെഡ്ലൈൻസ് കൊടുക്കുക. ഹെഡ്ലൈൻസിൽ ഓപ്പൺ ടു വർക്കെന്നോ അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങുന്ന രീതിയിൽ വേണം ഹെഡ്ലൈൻസ് സെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾ നേടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, ക്വാളിഫിക്കേഷൻസ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസിബിലിറ്റി കുറച്ചും കൂടെ കൂടും. ഇത് മാത്രം മതിയോ റിക്രൂട്ടേഴ്സ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട്? പോരാ. രണ്ടാമത്തെ പ്രധാന കാര്യമാണ് കണക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഫീൽഡിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാം. വ്യക്തികളെ സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം നമ്മൾ കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണ്, മാർക്കറ്റിംഗ് ആണ്, നിങ്ങൾ എന്ത് ഫീൽഡിലാണോ നിൽക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ സെർച്ച് ചെയ്യാനും അങ്ങോട്ടേക്ക് മെസ്സേജ് റിക്വസ്റ്റ് അയക്കാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യക്തികളെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടേ, ഓർഗനൈസേഷൻസിനെ കൂടി ആയിരിക്കണം. കാരണം ഒരു ജോബ് പോസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും റിക്രൂട്ടേഴ്സ് മാത്രമാകണം എന്നില്ല. ഇപ്പോൾ കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് പേജുകൾ ത്രൂ ഒക്കെ ഇതിനകത്തേക്ക് ജോബ് പോസ്റ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വ്യക്തികളെ മാത്രമല്ല കണക്ട് ചെയ്യേണ്ടത്, ഓർഗനൈസേഷൻസിനും കൂടെ നിങ്ങൾ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ആരും ചെയ്യാത്തൊരു കാര്യം, പോസ്റ്റിംഗ്. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ലിങ്ക്ഡ്ഇനിൽ വെറുതെ പേരിന് ക്രിയേറ്റ് ചെയ്തിടുന്നു എന്നതല്ലാതെ ആരും തന്നെ പോസ്റ്റിംഗ് ചെയ്യാറില്ല. നമ്മൾ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണലി എന്തൊക്കെ കാര്യങ്ങളാണോ ലോകത്തെ അറിയിക്കാനുള്ളത് അതൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഒരുപാട് എക്സ്പേർട്സ് അല്ലാത്തടത്തോളം നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തു, നിങ്ങൾ നല്ലൊരു സ്ഥലത്തേക്ക് പ്ലേസ്ഡ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ പ്രൊഫഷണലി ഒരു ബോഡിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, കൊളാബ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൺസ് ഇൻ എവറി വീക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലും മാത്രമാണ് നമുക്ക് ആ ഒരു വിസിബിലിറ്റി കൂട്ടാൻ പറ്റുക, നമ്മുടെ പ്രൊഫൈലിന്റെ വിസിബിലിറ്റി കൂട്ടാൻ പറ്റുക. അപ്പോൾ ആഴ്ചയ്ക്ക് ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഒരാളുടെ ലൈഫിൽ എല്ലാ ആഴ്ചയിലും ഇതുപോലുള്ള പ്രൊഫഷണൽ അപ്ഡേഷൻസ് നടക്കും ഇല്ല. അപ്പോൾ എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റീപോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റ് പെട്ടെന്ന് വായിക്കുകയാണ്, അത് നല്ല രീതിയിൽ മീനിങ് ആണ്, മറ്റൊരാൾക്കാർ അറിയണമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് റീപോസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ ഓൺ കമൻസോട് കൂടി റീപോസ്റ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ട് ആ യഥാർത്ഥ പോസ്റ്റ് അങ്ങനെ തന്നെ റീപോസ്റ്റ് ചെയ്യാം. ഇനി ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇതിപ്പോൾ എന്തോരം സമയം ഇതിനകത്ത് ഇരുന്നാലാണ് ഇങ്ങനെ മീനിങ് ആയൊരു പോസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ആരും തന്നെ പ്രൊഫഷണലി നെറ്റ്വർക്കിങ്ങിന് താല്പര്യം ഇല്ലാത്തവരായിരിക്കും. പക്ഷേ നമുക്കൊരു നെയിം സേക്കിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിങ്ക്ഡ്ഇന്റെ മറ്റൊരു ഫെസിലിറ്റി ഉണ്ട്, ഗെയിംസ് അല്ലെങ്കിൽ പസിൽസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കണക്ഷൻസിനെയൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പോസ്റ്റ് ഇടാം. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് അത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഗെയിംസും പസിൽസും റീപോസ്റ്റ് ചെയ്തതും നമ്മുടെ പ്രൊഫൈലിനെ ആക്റ്റീവ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്ത പ്രധാന കാര്യമാണ് ലിങ്ക്ഡ്ഇൻ ലേണിംഗ് ആപ്പിന്റെ ഫ്രീ കോഴ്സസ്. ഒരുപാട് ഫ്രീ കോഴ്സസ് അവർ തന്നെ അഡ്വർടൈസ് ചെയ്യും. നമ്മളൊരു പെർട്ടിക്കുലർ ഫീൽഡിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ലിങ്ക്ഡ്ഇനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് വരും, അല്ലെങ്കിൽ ഇമെയിൽസ് വരും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ആണ്, അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാല്യൂ അഡീഷൻസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കോഴ്സസ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തന്നെ ബാഡ്ജ് ലിങ്ക്ഡ്ഇനിൽ കാണിക്കാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡ്ഇനിൽ തന്നെ അത് കാണിക്കാം. അതും നമ്മുടെ പ്രൊഫൈൽ ആക്റ്റീവ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പുറത്തൊരു കോഴ്സ് ചെയ്തിട്ട് ഇന്നത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള ലിങ്ക്ഡ്ഇന്റെ തന്നെ പ്രൊഫൈൽസ് അല്ലെങ്കിൽ ലിങ്ക്ഡ്ഇൻ തന്നെ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ട് അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തൊരു കാര്യമാണ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്,
നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡിജി ലോക്കറിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിജി ലോക്കറിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന് ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് കൊടുക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു ആൾക്കാരുടെയൊക്കെ പിക്ചർ വരുന്നൊരു ഇതുണ്ടല്ലോ, ഹെഡ്ലൈൻസ് ഒക്കെ കാണിക്കുന്നത്, അവിടെ നമുക്കൊരു വെരിഫിക്കേഷൻ ബാഡ്ജിന്റെ സിമ്പിൾ കാണാൻ പറ്റും. അങ്ങനെ വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ചും കൂടെ അധികം വിസിബിലിറ്റി കിട്ടും. ഈ വിസിബിലിറ്റി എന്തിനാ കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്, HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അവർ കാണണമല്ലോ. അങ്ങനെ കണ്ടാൽ മാത്രമാണ് അവർക്ക് ഇങ്ങോട്ടേക്ക് ഓക്കെ ഇതൊരു പ്രോസ്പെക്റ്റീവ് ആയിട്ടൊരു എംപ്ലോയി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ആളാണ്, അയാളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്ന് അവർക്ക് തോന്നണമെങ്കിൽ സെർച്ച് ലിസ്റ്റിൽ ആദ്യത്തെ 10 എണ്ണത്തിലെങ്കിലും നമ്മൾ വരണ്ടേ. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്രൊഫൈൽ ആക്റ്റീവ് ആക്കി വെച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇനി അതേപോലെ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മെസ്സേജ് നെറ്റ്വർക്കിംഗ്. നമ്മൾ വെറുതെ ആൾക്കാർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചു, അവർ കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ ഫ്രണ്ടായി, ഇപ്പോൾ നമുക്കൊരു 200 അല്ലെങ്കിൽ 300 എബവ് കണക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ കണക്ട് ചെയ്യുന്നവരിൽ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും കുറച്ച് ആളുകളുമായിട്ട് മെസ്സേജിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്, വെറുതെ സുഖമാണോ എന്നുള്ള രീതിയിലല്ല മെസ്സേജ് അയക്കേണ്ടത്. നിങ്ങളുടെ പ്രൊഫഷണൽ ആവശ്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് വഴി കണക്ഷൻസ് കൂടുതൽ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ലിങ്ക്ഡിനെ ഒരു മിനിമം ടൂളായിട്ട് കാണാതെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഒരു കരിയർ സെർച്ചിലൊക്കെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസിനെ മാറ്റുക. നിങ്ങൾ റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ കൂടെ അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് കമ്പനികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് കമ്പനികൾ നിങ്ങളെ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻട്രി കൊമേഴ്സിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. താങ്ക് യു.